നമുക്ക് തന്നെ ചില കുഞ്ഞുങ്ങൾ പരീക്ഷ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. പക്ഷെ വലിയ ടെൻഷനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. മാർക്ക് കുറഞ്ഞാൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് ദുഃഖിച്ച് ഉറക്കം വരികയില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്നില്ല. കുടിക്കുന്ന വെള്ളത്തിൽ വൈറസ് ചെയ്യണ എങ്ങനെയാണെന്ന് നമുക്ക് ദോഷം ചെയ്യുന്നത്. അത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ പല പല അസുഖം നമുക്ക് ഉണ്ടാക്കാം. അതുപോലെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്ത കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന വൈറസ്. ദുഃഖിച്ച് ഓരോ ബാക്ടീരിയ ഇടുന്ന പോലായി അത് നമുക്ക് തന്നെയാണ് അപകടം ഉണ്ടാക്കുന്നത്. പരമാവധി ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് മക്കൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. ദുഃഖം വരാണ്ടിരിക്കില്ല, ദുഃഖിക്കും. പക്ഷെ നമ്മളിങ്ങനെ അഗാധമായിട്ട് ദുഃഖിക്കുമ്പോൾ അത് നമ്മുടെ ബാക്ടീരിയയെ നമ്മളിൽ തന്നെ സൃഷ്ടിക്കുന്ന പോലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം ബാക്ടീരിയയാണ് ഈ നെഗറ്റീവായുള്ള ചിന്തകളെല്ലാം. ഉണ്ടാകും. പരമാവധി മക്കൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ഈശ്വരയിച്ചയെ കണ്ട് വരുന്നതിനെ സ്വീകരിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടെ ഒരു പ്രാരാബ്ധം അകലുകയാണ്, വരാൻ പോകുന്നത് ഇതിൽ കൂടെ മാറ്റുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഇത് കുറച്ച് പൈസ കാണാതെ എവിടെ വീണെന്ന് നോക്കും. അപ്പോൾ എവിടെ പോയെന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിൽ ആദ്യേറി ഇരിക്കാതെ ഇത് ആരുടെയും പൈസ ഇത് നേരത്തെ ഞാൻ ജന്മത്തെടുത്ത് വേണം, ആ കടം ഇതിലേ കൂടെ പോയതായിരിക്കും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നമ്മൾ അതിനെ മനസ്സിലാക്കി പോകുമ്പോൾ ആ ലോഡ്ജിൽ പോയി ഇറങ്ങുന്ന പോലുള്ളൊരു മനോഭാവം നമുക്ക് കിട്ടും മനസ്സിൽ. ഇത് മനസ്സിലാക്കിയാൽ ശാശ്വതമായ ആനന്ദവും ശാന്തിയും ആത്മവിശ്വാസവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എല്ലാം ഈശ്വരിച്ചായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അഹങ്കാരത്തിനും കുറവ് വരും, ദുഃഖത്തിനും നമുക്ക് കുറവ് വരും, നേരിടാനുള്ള ശക്തിയും നമുക്കുണ്ടാകും. അപ്പോൾ ആത്മസത്യമുള്ള താതാത്മ്യം കൂടുതൽ. പ്രഹ്ലാദനെയെല്ലാം ഈശ്വരിച്ചായിട്ട് സ്വീകരിച്ചതുകൊണ്ട് അതിനെ നേരിടാനുള്ള കഴിവ് കിട്ടി, വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതുപോലുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ജനിച്ച കാലം തൊട്ടേ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ ദുഃഖിക്കുന്നവരുണ്ട്. എപ്പോഴും വരുന്നതൊക്കെ അവർക്ക് പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പോൾ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു, അല്ല കല്യാണം കഴിച്ച ഭർത്താവ് മരിച്ചു, പിന്നെയുള്ള കുട്ടികൾ മരിച്ചു. ഇങ്ങനെയൊക്കെ ഒത്തിരി പല പല ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. ഓർക്കുമ്പോൾ വിഷമിക്കാനേ പറ്റുള്ളൂ. ഒത്തിരി ഇങ്ങനെയുള്ള അനുഭവങ്ങളോട് പല കുടുംബങ്ങളും കടന്നു പോയിട്ടുണ്ട്. ഡിപ്രഷനായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നവരുണ്ട്. അല്ല കിളിക്കരിക്ക വിത്ത് വെള്ളത്തിൽ മാത്രം ഇട്ട് കിടക്കുന്ന പോലെ ആകും. വെള്ളത്തിൽ കിടന്ന കിളിക്കയിലില്ല, ചീനി പോകും. അപ്പോൾ അതുപോലെ ആകും. അപ്പോൾ അതും ഓർത്തിരിക്കരുത് മക്കൾ മുന്നോട്ട്.